നടൻ ഷൈൻ ടോം ചാക്കോ പ്രതിയായ കൊക്കെയിൻ കേസ് അന്വേഷണത്തിലെ പിഴവുകൾ എണ്ണിപ്പറഞ്ഞ് വിചാരണ കോടതി. ഷൈൻ ടോം ചാക്കോ ഉൾപ്പെടെയുള്ള 5 പ്രതികൾ കൊക്കെയിൻ ഉപയോഗിച്ചോ എന്ന് പോലീസ് പരിശോധിച്ചില്ല. അന്വേഷണം നടപടിക്രമങ്ങൾ പാലിച്ച് പൂർത്തിയാക്കുന്നതിൽ പോലീസിന് വീഴ്ച പറ്റിയെന്നും വിചാരണ കോടതി വിമർശിച്ചു. എസ് ശ്രീകാന്ത് വിശദാംശങ്ങളുമായി. ശ്രീകാന്ത്, ഈ ഷൈൻ ടോം ചാക്കോ ഉൾപ്പെടെയുള്ളവർ കൊക്കെയിൻ ഉപയോഗിച്ചോ എന്നതിൽ പോലും പരിശോധന നടത്തിയിട്ടില്ല. അത്ര വലിയ പിഴവ് ഇതിൽ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതാണോ കുറ്റവിമുക്തനാക്കാനുള്ള ഒരു ഉത്തരവിലേക്ക് കോടതിയെ കൊണ്ട് ചെന്നെത്തിച്ചത്? ഇതൊക്കെയാണോ എന്നാണോ മനസ്സിലാക്കേണ്ടത്? ഫെബ്രുവരിയിലാണോ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇദ്ദേഹത്തെ കുറ്റവിമുക്തനാക്കിയത്. അനുജ, ഇത് പിഴവല്ല, ഒത്തുകളി എന്ന രീതി സംശയിക്കാവുന്ന തരത്തിലാണ് കോടതിയുടെ ഈ പരാമർശങ്ങളെ നമ്മൾ വ്യാഖ്യാനിച്ചെടുക്കേണ്ടത്. കാരണം കോടതി അതിരൂക്ഷ വിമർശനമാണ് പോലീസിനെതിരെ ഉയർത്തിയിരിക്കുന്നത്. കോടതി ചൂണ്ടിക്കാണിക്കുന്നത് കേസ് സംശയാതീതമായി തെളിയിക്കാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞില്ല, അന്വേഷണം നടപടിക്രമങ്ങൾ പാലിച്ച് പൂർത്തിയാക്കിയില്ല, പിടിച്ചെടുത്ത കൊക്കെയിന്റെ ഘടകങ്ങൾ വേർതിരിച്ച് പരിശോധിച്ചില്ല, രഹസ്യവിവരം ലഭിച്ചു എന്ന വാദം പോലീസ് പെട്രോളിംഗ് സംഘം തന്നെ ഈ കോടതിയിൽ തള്ളിപ്പറയുകയാണ് ഉണ്ടായത്. അതായത് മൊഴിമാറ്റി എന്നുള്ളതാണ് കോടതി ഇപ്പോൾ പോലീസിനെതിരെ ആരോപിക്കുന്നത്. മറ്റൊന്ന്, 1-ാം പ്രതി രേഷ്മയുടെ പോക്കറ്റിൽ നിന്ന് കണ്ടെത്തിയില്ലെന്ന് വനിതാ പോലീസ് ഉദ്യോഗസ്ഥ മൊഴിമാറ്റിയിരിക്കുന്നു. പോലീസ് കണ്ടെടുത്ത വസ്തുക്കൾ സെർച്ച് മെമ്മോയിൽ അവർ രേഖപ്പെടുത്തിയിട്ടില്ല. പ്രതികളെ പരിശോധിച്ചത് ഡ്യൂട്ടിയിലില്ലാത്ത ഗസറ്റഡ് ഉദ്യോഗസ്ഥനാണ്. ഷൈൻ ടോം ചാക്കോ ഉൾപ്പെടെയുള്ള 5 പ്രതികൾ കൊക്കെയിൻ ഉപയോഗിച്ചോ എന്ന് പോലും പോലീസ് പരിശോധിച്ചില്ല എന്നുള്ളതാണ് പറയുന്നത്. അതായത് അടിമുടി വീഴ്ച ഇതിൽ സംഭവിച്ചിരിക്കുന്നു. ഷൈൻ ടോം ചാക്കോ ഉണ്ടായിരുന്ന ഫ്ളാറ്റ് തുറന്നതാരെന്നും ആദ്യം അകത്തേക്ക് കടന്നതാരെന്നും പോലീസ് ഉദ്യോഗസ്ഥൻ ഓർമ്മയില്ല എന്നുള്ളതാണ് കോടതിയിൽ പറഞ്ഞത്. മറ്റൊന്ന്, ഫോറൻസിക് സയൻസ് ലാബ് ക്ലോറൈഡ് ഉൾപ്പെടെയുള്ള ഘടകങ്ങൾ കൃത്യമായി വേർതിരിച്ച് പരിശോധന നടത്തിയില്ല എന്നും പറയുന്നു. ഒറ്റയർത്ഥമേ അതിനുള്ളൂ, പോലീസ് ഭംഗിയായി ഈ കേസ് തോറ്റുകൊടുത്തു. ഇതിപ്പോൾ ഏത് സാഹചര്യത്തിലാണ് ഇപ്പോൾ വിചാരണ കോടതിയുടെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ ഒരു വിമർശനം വരുന്നത്? ശ്രീകാന്ത്, ഇതിൽ പ്രാഥമികമായി ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ പോലും പോലീസ് ചെയ്തിട്ടില്ല എന്നുള്ളത് ഗുരുതരമായ വീഴ്ചയാണ്. അതിലെന്താണ് ഇപ്പോൾ കോടതി ഇങ്ങനെ ഒരു കാര്യം പറയാനുള്ള സാഹചര്യം? ഇതിന്റെ ഓർഡർ ഇപ്പോഴാണ് അപ്ലോഡ് ചെയ്തത്. നേരത്തെ അതിന്റെ വിധി പുറത്തു വന്നതേ ഉണ്ടായിരുന്നുള്ളൂ, പക്ഷെ അതിന്റെ ഓർഡർ അപ്ലോഡ് ചെയ്തിരുന്നില്ല. ഇപ്പോഴാണ് അതിന്റെ ഓർഡർ, കഴിഞ്ഞ ദിവസമാണ് അപ്ലോഡ് ചെയ്തത്. അപ്പോൾ ഈ സാധാരണഗതിയിൽ കോടതികൾ ചെയ്യാറുള്ളത് ഈ ഓർഡറിനുള്ളിലാണ് ഇത് വിശദമായ കാര്യങ്ങൾ എഴുതാറുള്ളത്. ഇപ്പോൾ ഈ ഓർഡർ പുറത്തു വന്നപ്പോൾ മനസ്സിലായി എന്തുകൊണ്ട് ഷൈൻ ടോം ചാക്കോയെ കുറ്റവിമുക്തനാക്കി. അന്ന് നമ്മൾ ഈ വാർത്ത നൽകിയതിനു ശേഷം ഷൈൻ ടോം ചാക്കോയ്ക്ക് അനുകൂലമായി അല്ലെങ്കിൽ ഷൈൻ ടോം ചാക്കോയെ കുറ്റവിമുക്തനാക്കി എന്ന തരത്തിൽ വാർത്തയൊക്കെ തന്നെ കൊടുത്തതാണ്. പക്ഷേ ഇപ്പോൾ ഈ ഓർഡർ വരുമ്പോഴാണ് അറിയുന്നത് എന്തുകൊണ്ട് കുറ്റവിമുക്തനാക്കപ്പെട്ടു എന്നുള്ളത്. അത് പോലീസിന്റെ വീഴ്ച കൊണ്ട് കുറ്റവിമുക്തനായി എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും കൃത്യമായി വളരെ സ്പഷ്ടമായി കോടതി പറഞ്ഞു വെക്കുന്നത്. നടൻ ഷൈൻ ടോം ചാക്കോ പ്രതിയായ കൊക്കെയിൻ കേസിലാണ് പ്രാഥമികമായി ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ പോലും പോലീസ് ചെയ്തിട്ടില്ല. തെളിവുകൾ ഹാജരാക്കാൻ പ്രോസിക്യൂഷന് കഴിയുകയും ചെയ്തിട്ടില്ല. നടപടിക്രമങ്ങൾ ഒന്നും തന്നെ പോലീസ് പാലിച്ചില്ല. അക്കമിട്ട നിരത്തിയാണ് വിചാരണ കോടതിയുടെ വിമർശനം.